Hi students, welcome. In this class we are going to discuss some theorems on limit of sequences. So consider the first theorem. Let the sequence x equal to xn converges to x. Then the sequence mod xn of absolute values converges to mod x. That is, if x equal to limit xn, then mod x equal to limit mod xn. So here we have given a sequence xn which converges to x. Then the sequence mod xn converges to mod x. Okay. So theorem പറയുന്നതാണ് if xn converges to x, then sequence mod xn converges to mod x. ഇതിനെ മാറ്റി എഴുതുവാണെങ്കിൽ if xn converges to x എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? x equal to limit xn എന്ന് മാറ്റി എഴുതാം. Then ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെ മാറ്റാം? This one is mod x equal to limit mod xn. Okay. So if x equal to limit xn, then mod x equal to limit mod xn. ഇതിനെ ഒന്നുകൂടി മാറ്റി എഴുതാം. അതായത് ഇതിനെ രണ്ടിനും കൂടി ഒന്നിച്ച് എഴുതുവാണെങ്കിൽ മോഡ് എക്സ് എന്നുള്ളതിന് പകരം എക്സ് എന്താണ്? ലിമിറ്റ് എക്സ് ആണ്. സോ ഇത് ഒന്നിച്ച് എഴുതാം. ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു ലിമിറ്റ് mod x. ഓക്കെ. സോ ഇങ്ങനെ ഈ മൂന്ന് രീതിയിലും നമുക്ക് ഈ ഒരു തിയറം സ്റ്റേറ്റ് ചെയ്യാം. ഓക്കെ. സോ ഇഫ് ഫസ്റ്റ് വൺ ഈസ് xn converges to x, then mod xn converges to mod x. Second one, if x equal to limit xn, then mod x equal to limit mod xn. Third one, mod limit xn equal to limit mod xn. മൂന്നും ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നൗ കൺസിഡർ ദി പ്രൂഫ്. സോ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് xn converges to x ആണെങ്കിൽ mod xn converges to mod x എന്നാണ്. സോ ഫസ്റ്റ് സപ്പോസ് x equal to xn converges to x. അത് തന്നെയാണ് എന്ത്? x equal to limit x. ഓക്കെ. നൗ വി ഹാവ് ടു പ്രൂവ്. ഇവിടെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? സോ ടു പ്രൂവ് ദിസ് വൺ അല്ലേ, mod xn converges to mod x എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ mod x equal to limit mod xn എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ബൈ ഡെഫിനിഷൻ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ എന്താണ് ഡെഫിനിഷൻ വരിക? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k such that if n is greater than or equal to k, then mod ഇവിടെ എക്സ് എന്നിന് പകരം മോഡ് എക്സ് എന്നുള്ളത് അല്ലേ. അപ്പം അതിന് മോഡ് എക്സ് എൻ മൈനസ് മോഡ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ. ഓക്കെ. സോ ഇവിടെ എക്സിന് പകരം മോഡ് എക്സ് എന്നാണ് ഉള്ളത്, എക്സിന് പകരം മോഡ് എക്സ് ഉള്ളത്. ഓക്കെ. സോ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നാണ്. ഇത് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ k such that if n is greater than or equal to k, then mod xn minus mod x less than epsilon. ഓക്കെ. സോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഒന്ന് പ്രൂവ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തു? സോ ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൺ. ആർബിട്രറി ആയിട്ടൊരു എപ്സിലോൺ ചൂസ് ചെയ്യും. ദെൻ വി നോ എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്. ഇത് ഓൾറെഡി തന്നിട്ടുണ്ട്. ദെൻ ബൈ ഡെഫിനിഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ k such that if n greater than or equal to k, then mod xn minus x less than epsilon. ഇതെന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ ആയതുകൊണ്ട് ബൈ ഡെഫിനേഷൻ നമുക്കിതുണ്ട്. ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ k such that if n greater than or equal to k, then mod xn minus x less than epsilon. ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ k such that n greater than or equal to k. If n greater than or equal to k, then mod xn minus x less than epsilon. Okay. So നമ്മളിവിടെ ഒരു ആർബിട്രറി ആയിട്ട് ഒരു എപ്സിലോൺ ചൂസ് ചെയ്തിട്ടുണ്ട്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടും ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ k such that mod xn minus x less than epsilon for all n greater than or equal to k. നമ്മൾ ആർബിട്രറി ആയി ചൂസ് ചെയ്ത് ഈ ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടാവും സാറ്റിസ്ഫൈ ദിസ് കണ്ടീഷൻ. ഓക്കെ. സോ അതവിടെ വെക്കാം. ദെൻ കൺസിഡർ ദിസ്. Now we have
this one mod xn minus mod x less than or equal to mod xn minus x. ഈ ഒരു റിലേഷൻ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ പഠിക്കുന്ന സമയത്ത് ഈ ഒരു റിലേഷൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. mod xn minus mod x less than or equal to mod xn minus x. Okay, this is true for all n belongs to n. ഏത് റിലേഷൻ ഇങ്ങനെയായിരുന്നു പഠിച്ചത്? mod a minus mod b is less than or equal to mod a minus b for any a comma b belongs to r. ഈ ഒരു റിലേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ അത് തന്നെയാണ് ഇത്. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ ഫോർ ഓൾ n ബിലോങ്സ് ടു n, എക്സ് എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്. അപ്പോൾ എല്ലാ എക്സ് എന്നും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. സോ we have mod xn minus mod x less than or equal to mod xn minus x for all n belongs to n, and this one is less than epsilon for all n greater than or equal to k from here. Okay, ഇവിടെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. mod xn minus x is less than epsilon for all n greater than or equal to k. So this one is less than epsilon for all n greater than or equal to k. അപ്പം ഫസ്റ്റ് റിലേഷൻ ട്രൂ ഫോർ ഓൾ n belongs to n. പക്ഷെ സെക്കൻഡ് റിലേഷൻ ഇത് mod xn minus x ലെസ് ദാൻ എപ്സിലോൺ ശരിയാവുന്നത് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ഓൺലി. ഓക്കെ, അപ്പോൾ മൊത്തത്തിലുള്ളത് ട്രൂ ആവുന്നത് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആയിരിക്കും. സോ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് mod xn minus mod x ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k എന്ന് എഴുതാം. ഓക്കെ, സോ നമുക്ക് എന്താണ് കിട്ടിയത്? ഒരു എപ്സിലോൺ ആർബിട്രറി ചൂസ് ചെയ്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ k എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. സോ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k such that if n greater than or equal to k mod xn minus mod x ലെസ് ദാൻ എപ്സിലോൺ കിട്ടി. ഒരു ആർബിട്രറി ആയിട്ട് എപ്സിലോൺ ചൂസ് ചെയ്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ k ഉണ്ട്. അത് ഈ ഒരു കണ്ടീഷനാണ് ആദ്യം സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കൂടി കിട്ടി അല്ലേ. സോ നമുക്കിങ്ങനെ പറയാം, എന്താണ്? ഇഫ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആണെങ്കിൽ mod xn മൈനസ് mod xn ലെസ് ദാൻ എപ്സിലോൺ. സോ ഒരു എപ്സിലോൺ ചൂസ് ചെയ്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു നാച്ചുറൽ നമ്പർ k എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. സോ നമ്മൾ എപ്സിലോൺ ചൂസ് ചെയ്തത് ആർബിട്രറി ആണ്. സോ സിൻസ് അപ്പോൾ ഈ ഒരു എപ്സിലോണ് ശരിയാണെങ്കിൽ എല്ലാ എപ്സിലോണും ശരിയാണ്. സോ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k such that and if n greater than or equal to k then there exists then mod xn minus x mod xn minus mod x less than epsilon. Then okay, so ഇതെന്താണ് ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ് mod xn equal to mod x. സോ നമുക്ക് എന്താ പറയുക? ദിസ് വൺ ഇതെന്തിൻ്റെ ഡെഫിനിഷനാണ്? ലിമിറ്റ് mod xn equal to mod xൻ്റെ ഡെഫിനിഷൻ. സോ therefore we have limit mod xn equal to mod x. Okay, so that's the proof. Consider second theorem. Let x equal to xn be a sequence of real numbers that converges to x, and suppose that xn greater than or equal to 0. Then the sequence root xn of positive square roots converges and limit root xn equal to root x. Okay, so here we have given a sequence xn which converges to x, and also xn is greater than or equal to 0 for all n belongs to n. Okay, ഇവിടെ for all n belongs to n തന്നിട്ടില്ലെങ്കിൽ it is clear that xn is greater than or equal to 0 for all n belongs to n. Okay, so xn greater than or equal to 0 ആയതുകൊണ്ടാണ് റൂട്ട് xn എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ റൂട്ട് xn കോംപ്ലക്സ് നമ്പർ ആയിപ്പോൾ അപ്പോൾ റൂട്ട് xn സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യില്ല. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റിയൽ സീക്വൻസ് ആണ്. സോ xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഈ ഒരു സീക്വൻസ് സീക്വൻസ് റൂട്ട് xn എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഓഫ് പോസിറ്റീവ് സ്ക്വയർ റൂട്ട്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് മാത്രമാണ്. ഓക്കെ, അത് കൺവേർജ് ചെയ്യും. xn കൺവേർജസ് ടു x ആണെങ്കിൽ റൂട്ട് xനും എന്ത് എങ്ങോട്ട് കൺവേർജ് ചെയ്യും, and അത് എങ്ങോട്ടേക്ക് കൺവേർജ് ചെയ്യുക? റൂട്ട് എക്സിലേക്ക് കൺവേർജ് ചെയ്യും. സോ ഈ തിയറത്തിനെ നമുക്കൊന്ന് മാറ്റി എഴുതുവാണെങ്കിൽ xn converges to, if xn converges to x then root xn sequence root xn converges to root x. ഒന്നുകൂടി മാറ്റി എഴുതിയാൽ if x equal to limit xn then root x equal to limit root x. ഓക്കെ, ഒന്നുകൂടി മാറ്റി എഴുതാം. നേരത്തെ ഇതുപോലെ ഒന്നുകൂടി മാറ്റി, അതായത് ഇതിന് റൂട്ട്
എക്സ് എന്ന് പറയുന്നത് എന്താ, ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു ലിമിറ്റ് റൂട്ട് എക്സ്. സോ ഈ മൂന്ന് ഇങ്ങനെ എഴുതാം, റൂട്ട് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു ലിമിറ്റ് റൂട്ട് എക്സ്. ഓക്കെ, സോ ഈ മൂന്ന് രീതിയിൽ എഴുതാം. ഫസ്റ്റ് വൺ, ഇഫ് എക്സ് എൻ ഗ്രേറ്റർ എക്സ് എൻ കൺവേർജസ് ടു എക്സ് ദെൻ റൂട്ട് എക്സ് എൻ കൺവേർജസ് ടു റൂട്ട് എക്സ്. സെക്കൻഡ് വൺ, ഇഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ ദെൻ റൂട്ട് എക്സ് ഈക്വൽ ടു ലിമിറ്റ് റൂട്ട് എക്സ് എൻ. പിന്നെയുള്ളത് റൂട്ട് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു ലിമിറ്റ് റൂട്ട് എക്സ് എൻ. ഓക്കെ, സോ ഈ ഒരു മൂന്ന് രീതിയിൽ നമുക്ക് ഈ തിയറത്തിന് എഴുതാം. സോ ഈ തിയറം എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം, എങ്കിൽ മാത്രമേ റൂട്ട് എക്സ് എൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, പിന്നെ എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്കറിയാം അതിൻ്റെ ലിമിറ്റ് എക്സ്, ഓൾറെഡി നമ്മളൊരു തിയറം പ്രൂവ് ചെയ്തിട്ടുണ്ട്. എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ലിമിറ്റ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ, അതായത് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ, എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പം എക്സും ഇവിടെ എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇതിൽ ഓൾറെഡി നമുക്ക് കിട്ടും. ഓക്കെ, സോ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് റൂട്ട് എക്സും എക്സിസ്റ്റ് ചെയ്യും. സോ എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും, അതുകൊണ്ട് റൂട്ട് എക്സ് എക്സിസ്റ്റ് ചെയ്യും. ഈ ഒരു എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മളുടെ റൂട്ട് എക്സിൻ്റെ എക്സിസ്റ്റൻസ് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, so that's the theorem. Now consider the proof. So let xn be a sequence of real numbers such that limit xn equal to x, and also suppose xn greater than or equal to 0 for all n belongs to n. So നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് ഈക്വൽ ടു ആ തിയറി യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ദസ് റൂട്ട് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ രണ്ട് പോസിബിലിറ്റീസാണ് ഉള്ളത് എക്സിന്, അതായത് ഒന്നിക്കൽ ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് രണ്ട് കേസായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് എക്സ് ഈക്വൽ ടു 0, രണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ 0. രണ്ട് കേസിലാണ് നമ്മൾ തിയറം പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ consider two cases. First one x equal to 0, second one x greater than 0. So consider this one, x equal to 0. So നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? Here we have to prove root xn converges to root x, അല്ലെങ്കിൽ ലിമിറ്റ് റൂട്ട് xn ഈക്വൽ ടു റൂട്ട് എക്സ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ബൈ ഡെഫിനിഷൻ എന്താണ്, ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ k such that if n is greater than or equal to k, then mod root xn minus root x less than epsilon. ഇതാണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അത് നമ്മൾ ആദ്യം എന്ത് ചെയ്ത്, എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുക്കുക, ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുക. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൺ. ഓക്കെ, സോ ഇവിടെ ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് ആണെന്ന് നമ്മൾ അറിയാം. എക്സ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് എന്തുണ്ട്, ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, സോ സിൻസ് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ കേസ് സച്ച് ദാറ്റ് മോഡ് എക്സ് എൻ മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ സ്ക്വയർ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇതെങ്ങനെയാണ് കിട്ടുക? ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു 0 എന്ന് കിട്ടിയത് ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു എക്സ് ആണ്. ഇവിടെ ഒന്നാമത്തെ കേസിൽ എക്സ് ഈക്വൽ ടു 0 ആണ്. സോ നമുക്ക് എന്തുണ്ട്, ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു 0 എന്നുണ്ട്. ഓക്കെ, ദെൻ ബൈ ഡെഫിനിഷൻ എന്താണ്, ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു 0ൻ്റെ ഡെഫിനിഷൻ എന്താ, ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ k such that if n is greater than or equal to k, then mod xn minus 0, okay, less than epsilon. Okay, so ഏതൊരു എപ്സിലോൺ ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ k എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈയിങ് ദിസ് കണ്ടീഷൻ. ഓക്കെ, സോ നമ്മളിവിടെ ഒരു എപ്സിലോൺ ആർബിട്രറി ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എപ്സിലോൺ സ്ക്വയർ ഉണ്ടാവുമല്ലോ, എപ്സിലോൺ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. സോ ഈ നമ്മൾ എപ്സിലോണിനല്ല എടുക്കുന്നത്, എപ്സിലോൺ സ്ക്വയർ കൺസിഡർ ചെയ്യാം. സോ എപ്സിലോൺ സ്ക്വയറും ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ കെ, ദർ എക്സിസ്റ്റ് ഫോർ epsilon square greater than 0 there exists a natural number k such that mod xn minus 0 less than epsilon square for all n greater than or equal to k. Okay,
സോ ഇതിനൊന്ന് മാറ്റി എഴുതുകയാണ്. എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് എൻ മൈനസ് സീറോ എന്ന് പറഞ്ഞാൽ എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയതുകൊണ്ട് ഈ മോഡ് എക്സ് എൻ മൈനസ് സീറോനെ നമുക്ക് എന്ത് എഴുതാം, എക്സ് എൻ എഴുതാം. ഓക്കെ, സോ സീറോ എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ നമുക്കുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് എഴുതാം, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എൻ ലെസ് ദാൻ എപ്സിലോൺ സ്ക്വയർ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്നുണ്ട്. സോ ഈ ഒരു റിലേഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് എഴുതാം, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എക്സ് എൻ ലെസ് ദാൻ എപ്സിലോൺ എന്ന് എഴുതാം ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചൊരു റിസൾട്ടാണ്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ട് എക്സ് എൻ ലെസ് ദാൻ എപ്സിലോൺ സ്ക്വയർ ആണെങ്കിൽ എന്താണ്, റൂട്ട് എക്സ് എൻ ലെസ് ദാൻ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഓക്കെ, റൂട്ട് എക്സ് എൻ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കിട്ടി, സീറോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എക്സ് എൻ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടി. ഓക്കെ, സോ ഇതിനെ നമുക്ക് റൂട്ട് എക്സ് എൻ പോസിറ്റീവാണ്. അപ്പോൾ അതിന് ഈ റൂട്ട് എക്സ് എന്നുള്ളതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം, മോഡ് റൂട്ട് എക്സ് എൻ മൈനസ് സീറോ എന്ന് എഴുതാം, കുഴപ്പമില്ല. സോ മോഡ് റൂട്ട് എക്സ് എൻ മൈനസ് സീറോ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഓക്കെ, അപ്പം നമുക്ക് എന്താ കിട്ടിയത്, നമ്മളൊരു എപ്സിലോൺ ചൂസ് ചെയ്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു നമ്മൾ എപ്സിലോൺ ചൂസ് ചെയ്തു. അപ്പോൾ ഫോർ എപ്സിലോൺ സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു നാച്ചുറൽ നമ്പർ കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. ആ കണ്ടീഷനും നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കിട്ടി. സോ ഈ ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ കെ സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ എന്നാണ് കിട്ടിയത് അല്ലേ. സോ അതെന്താണ്, എങ്ങനെ എഴുതാം, നമുക്ക് ഇങ്ങനെ എഴുതാം, അതായത് ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ സീറോ, നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്ത എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ കെ സച്ച് ദാറ്റ് ഇഫ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ദെൻ മോഡ് റൂട്ട് എക്സ് എൻ മൈനസ് സീറോ ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ എപ്സിലോൺ ആർബിട്രറി ആയിട്ടായിരുന്നു നമ്മൾ ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഏത് എപ്സിലോൺ ചൂസ് ചെയ്താലും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ. സോ since epsilon greater than 0 is arbitrary, നമുക്ക് എന്ത് പറയാം, for all epsilon greater than 0 there exists a natural number k such that if n greater than or equal to k then mod xn minus 0 less than epsilon. So that's the definition of root xn converges to 0. Okay, so അത് ഇവിടെ 0 എന്ന് പറയുന്നത് നമ്മളുടെ റൂട്ട് എക്സ് ആണ്. എക്സ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ മാറ്റി എഴുതാം. ഇത് എഴുതണമെന്നില്ല, റൂട്ട് എക്സിൻ കൺവേർജസ് ടു റൂട്ട് എക്സ് ആണ്. ഹിയർ എക്സ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, റൂട്ട് എക്സിൻ കൺവേർജസ് ടു 0 എന്ന് കിട്ടി. ഓക്കെ, സോ റൂട്ട് എക്സിൻ കൺവേർജസ് ടു റൂട്ട് എക്സ്. ഇവിടെ റൂട്ട് എക്സ് എന്ന് പറയുന്നത് റൂട്ട് 0 ഈക്വൽ ടു 0. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു എന്താണ്, എക്സിൻ കൺവേർജസ് ടു എക്സ് ആണെങ്കിൽ റൂട്ട് എക്സൻ അതായത് എക്സൻ കൺവേർജസ് ടു 0 ആണെങ്കിൽ റൂട്ട് എക്സൻ കൺവേർജസ് ടു 0, റൂട്ട് 0 അതായത് 0ലേക്ക് തന്നെയായിരിക്കും. ഓക്കെ, നൗ കൺസിഡർ ദി സെക്കൻഡ് കേസ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ക്ലിയർലി റൂട്ട് എക്സും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതൊക്കെ അത് തന്നെയാണ്. അതായത് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ k such that n greater than or if n is greater than or equal to k then mod root xn minus root x less than epsilon. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ കൺസിഡർ റൂട്ട് എക്സ് എൻ മൈനസ് റൂട്ട് എക്സ്. അതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനെയും റൂട്ട് എക്സ് എൻ പ്ലസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. റൂട്ട് എക്സ് എൻ പ്ലസ് റൂട്ട് എക്സ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക, ന്യൂമറേറ്റർ എന്താവും, ന്യൂമറേറ്റർ വിൽ ബി ഇതെന്താ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഉണ്ടാവുമ്പം അതെന്താവും, ന്യൂമറേറ്റർ വിൽ ബി എക്സ് എൻ മൈനസ് എക്സ് ആൻഡ് ഡിനോമിനേറ്റർ വിൽ ബി അതങ്ങനെ തന്നെ റൂട്ട് എക്സ് എൻ പ്ലസ് റൂട്ട് എക്സ്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, എക്സ് എൻ മൈനസ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് എക്സ് എൻ പ്ലസ് റൂട്ട് എക്സ് കിട്ടി. Now note that root xn plus root x is greater than or equal to root x which is greater than 0. So ഇതെങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി റൂട്ട് എക്സൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നറിയാം അല്ലേ. സോ റൂട്ട് എക്സൻ പ്ലസ് റൂട്ട് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പ്ലസ് റൂട്ട് എക്സ്. സോ ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് എക്സ്. റൂട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഇത് രണ്ടും പോസിറ്റീവ് നമ്പറാണ്. സോ എന്താ 1 by root xn plus root x is less than or equal to 1 by root x.
ഓക്കെ. സോ ഇൻവേഴ്സ് എടുത്താൽ സോ റൂട്ട് എക്സ് നമുക്ക് എന്താ കിട്ടിയത് 1/√xn പ്ലസ് റൂട്ട് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/√x കിട്ടി. പിന്നെ അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് കിട്ടിയിട്ടുണ്ട്. അത് റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എക്സ് ആണ്. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ 1/√xn പ്ലസ് റൂട്ട് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/√x ആണ്. അതിവിടെ ആ റിലേഷൻ ഇവിടെ കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? ദിസ് വൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/√x. ഓക്കെ, 1/√x ഇൻറ്റു എക്സ് മൈനസ് എക്സ്. നമുക്ക് കിട്ടിയത് ഇതാണ്. റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/√x ഇൻറ്റു എക്സ് മൈനസ് എക്സ് കിട്ടി. ഇനി ഇതിന് മോഡ് എടുക്കുക. മോഡ് എടുത്താൽ എന്താ വരിക? മോഡ് റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് മോഡ് 1/√x ഇൻറ്റു എക്സ് മൈനസ് എക്സ് എന്ന് വരും. 1/√x പോസിറ്റീവ് ആയതുകൊണ്ട് അതിന് മോഡിൻ്റെ ആവശ്യമില്ല, അത് പുറത്തേക്ക് എടുക്കാം. സോ ഫൈനലി നമുക്കിങ്ങനെ കിട്ടും. മോഡ് റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/√x ഇൻറ്റു മോഡ് എക്സ് മൈനസ് എക്സ്. പിന്നെ പറയും ഇങ്ങനെയാണ്, സിൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് വി ഗെറ്റ് റൂട്ട് എക്സ് എൻ കൺവേർജസ് ടു റൂട്ട് എക്സ്. ഇതെങ്ങനെയാണ് കിട്ടുക? ഇത് കിട്ടുന്നത് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആണെങ്കിൽ നമുക്ക് എന്താണ് സിൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ സിൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ എന്ത് കിട്ടും? ഇതിന് ചെറിയൊരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്, അതോട് പറയാം. സോ എന്താണ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ എന്താണ്? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ k such that mod xn minus x less than epsilon for all n greater than or equal to k. Okay, ഇത് സിൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആയതുകൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റൂട്ട് എക്സ് എൻ കൺവേർജസ് ടു റൂട്ട് എക്സ് ആണ്. സോ അതിനെന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ k such that if n is greater than or equal to k then mod root xn minus root x less than epsilon. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? സോ നമ്മൾ എന്താ ചെയ്യുക? ആർബിട്രറി ആയിട്ട് ഒരു എപ്സിലോൺ ചൂസ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൻ. ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തു. ഇനി എന്താ വേണ്ടേ? സോ ഈ ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും എന്താണ് ഒരു നാച്ചുറൽ നമ്പർ k എക്സിസ്റ്റ് ചെയ്യും സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ ബിക്കോസ് എക്സ് എൻ ഈസ് കൺവേർജസ് ടു എക്സ് ആണ്. സോ ഞാനിവിടെ എപ്സിലോണിന് പകരം ഞാൻ എടുക്കുന്നത് എപ്സിലോൺ ഇൻറ്റു റൂട്ട് എക്സ് ആണ്. ഓക്കെ, എപ്സിലോൺ ഇൻറ്റു റൂട്ട് എക്സ് എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ്, കാരണം റൂട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ എപ്സിലോൺ ഇൻറ്റു റൂട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഫോർ എപ്സിലോൺ ഇൻറ്റു റൂട്ട് എക്സ് ഗ്രേറ്റർ ദാൻ 0 എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആയതുകൊണ്ട് ദർ എക്സിസ്റ്റ് a natural number k such that if n greater than or equal to k then mod xn minus x is less than epsilon into root x. Okay, so epsilon root x ന് corresponding ആയിട്ടും അവിടെ ഒരു നാച്ചുറൽ നമ്പർ k എക്സിസ്റ്റ് ചെയ്യും സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു കെ ഉണ്ട് സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷനാണ്. അപ്പോൾ എപ്സിലോൺ ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറയുന്നത് വേറൊരു പോസിറ്റീവ് റിയൽ നമ്പറാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ കെ എക്സിസ്റ്റ് ചെയ്യും സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കിട്ടി. അപ്പോൾ എന്താണ് മോഡ് റൂട്ട് എക്സ് എൻ മൈനസ് റൂട്ട് എക്സ് എന്താണെന്ന് നമുക്കറിയാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/√x ഇൻറ്റു മോഡ് എക്സ് എൻ മൈനസ് എക്സ് ആണ്. സോ ദിസ് വൺ ഈസ് ലെസ് ദാൻ മോഡ് എക്സ് എൻ മൈനസ് എക്സ് എന്താണ്? ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു റൂട്ട് എക്സ് ആണ്. അപ്പം 1/√x ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു റൂട്ട് എക്സ്. ഇത് ശരിയാവുന്നത് ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കേക്ക് മാത്രമാണ്. ഓക്കെ, സോ ഇതെന്തായി? റൂട്ട് എക്സും ക്യാൻസൽ ചെയ്ത് പോയാൽ നമുക്ക് എന്തായി? ഈക്വൽ ടു എപ്സിലോൺ. അതായത് മോഡ് റൂട്ട് എക്സ് എൻ മൈനസ് റൂട്ട് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് കിട്ടി. സോ നമ്മളൊരു എപ്സിലോൺ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു നാച്ചുറൽ നമ്പർ കെ കിട്ടി സാറ്റിസ്ഫൈ ദിസ് കണ്ടീഷൻ. അപ്പോൾ എന്താ? ഇതെന്തിൻ്റെ ഡെഫിനേഷനാണ്?
റൂട്ട് എക്സ് എൻ കൺവേർജസ് ടു റൂട്ട് എക്സിൻ്റെ ഡെഫിനേഷൻ. സോ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് എക്സ് എൻ കൺവേർജസ് ടു റൂട്ട് എക്സ്. So since x n converges to x, we get root x n converges to root x. Okay, so that's the